ദൈവമേ, ഏറ്റവും ഭംഗിയായി ഈ നിമിഷം വരെ നടന്നു വരുവാൻ അവിടുന്ന് സഹായിച്ച അനുകൂല സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ BBSന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനും ടീച്ചേഴ്സിനെയും ദൈവമേ, ഇതിലെ അധ്യാപകരെയും അനധ്യാപകരെയും ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, കൂടുതൽ ജ്ഞാനം നിറവ് നൽകി അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ചൈതന്യത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹവും പുണ്യമായി തരുവാൻ പ്രിയപ്പെട്ട അധ്യാപകരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് ഇവരെ എൻ്റെ അടുക്കിലേക്ക് വിടുകയും ഇത് അവർക്കാണ് ദൈവരാജ്യത്തിന് അനുഭവം എന്നുള്ള വലിയ മൊഴി നൽകി അനുഗ്രഹിച്ച് ചേർത്ത് പിടിച്ച കർത്താവെ, ഈ കുഞ്ഞുങ്ങൾ നിൻ്റെ സൃഷ്ടിയാണ്, ഈ കുഞ്ഞുങ്ങൾ നിൻ്റെ മക്കളാണല്ലോ. കർത്താവെ, വാത്സല്യത്തോടെ ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ വലത്തെ തൃക്കരം നീട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ സ്വായത്തമാക്കിയ ആത്മീയ ജ്ഞാനം അവരുടെ വളർച്ചയിൽ ദൈവമേ സഭയ്ക്കും സമൂഹത്തിനും ഇടവകയ്ക്കും അനുഗ്രഹവും മാതാപിതാക്കൾക്ക് പുണ്യമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. ഇന്നേ ദിവസം നടത്തപ്പെടുന്ന ഈ റാലിയെ അനുഗ്രഹിക്കണേ. തുടർന്നുള്ളതായ BBSൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപയും അവിടുന്ന് നൽകണമേ. നാളെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തുന്ന എല്ലാ BBSൻ്റെ ക്രമീകരണങ്ങളെയും അവിടുത്തെ വലത്തൃക്കരം നീട്ടി വാഴ്ത്തണമേ. പ്രിയപ്പെട്ട ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനെ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് അനുഗ്രഹവും പുണ്യമായി തീരുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടിജുവച്ചനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിനോട് ദൈവമേ സാമ്പത്തികമായും മറ്റു വിധങ്ങളിലൂടെ ഒക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ ആമേൻ. കടന്നു വന്നിരിക്കുന്നതായ ഇതിൻ്റെ സംഘാടകർ, അതായത് എല്ലാവരും ഉത്തരപ്പെട്ടവരും ഒറ്റവാക്കിൽ പറയട്ടെ, നമ്മുടെ ഇന്നത്തെ ഈ റാലി ഏറെ അനുഗ്രഹകരമായി ചിട്ടയോടെ അത് മറ്റുള്ളവർ വീക്ഷിക്കുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട് എന്ന് തോന്നുന്നത് ചിട്ടയോടും വളരെ ശ്രദ്ധയോടും അതിൽ അടുക്കോടുകൂടി പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രമീകരിക്കപ്പെടുന്നതായ വോളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ കുഞ്ഞുങ്ങൾ അനുസരിക്കണം. ആരും അലക്ഷ്യമായിട്ട് നടക്കുവാനോ സംസാരിക്കുവാനോ ഇടയാകരുത് എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നാളെ നമ്മുടെ BBSനെ അനുബന്ധിച്ച് നമ്മുടെ 1 മണിക്കൂർ പ്രോഗ്രാം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൈമത്തിന് മുമ്പായിട്ടുള്ളത് കൊണ്ട് 6:30 മണിക്ക് സന്ധ്യാർത്ഥന. പിള്ളേരെല്ലാം ശ്രദ്ധിക്കണം. 6:30 മണിക്ക് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കും. അതുപോലെ തന്നെ 7:30 പരസ്യമായിട്ട് വിശുദ്ധ കുർബാന ആരംഭിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ചെന്ന് വീട്ടിൽ തുടരണം. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെല്ലാവരും ഒരുങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ആരംഭിക്കാതെ നേരത്തെ പുരണം എന്ന് ഓർപ്പിക്കട്ടെ. എല്ലാ ആളുകളും കയ്യിൽ വെള്ളവും കഴിക്കേണ്ടതായ ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് വിശക്കുമെങ്കിൽ കരുതിക്കൊള്ളുക. ഇവിടെ കുർബാനയായിട്ട് നാളെ ആർക്കും തരുന്നില്ല, കുർബാന അനുഭവിക്കാനായിട്ട് ആർക്കും തരുന്നില്ല. എങ്കിലും കുർബാന അനുഭവിക്കാൻ പറ്റുള്ളവരോട് ആ സമയത്ത് ആശീർവാദത്തിന് ശേഷം, അതായത് ഫൈനൽ ബെനഡിക്ഷന് ശേഷം നമ്മൾ കുട്ടികളെ പുറത്തേക്ക് വോളണ്ടിയേഴ്സ് ഇറക്കി നമ്മുടെ വേണ്ടത് ക്രമീകരണം ഇതുപോലെ തന്നെ ഒരുക്കും. ശുഭ്രവസ്ത്രധാരികളായിട്ടാണല്ലോ എല്ലാവരും നാളെ വരേണ്ടത്. അപ്പോൾ അത് ക്രമീകരിക്കുക. ഇന്ന് പോകുന്ന ഈ ഡ്രസ്സ് ചിലപ്പോൾ അഴുക്കായെങ്കിൽ ഇന്ന് തന്നെ കൊണ്ട് കഴുകി വെയിലിട്ടാൽ മതി. 1 മണിക്കൂർ കൊണ്ട് നല്ല ചൂടാണ്, ഉണങ്ങും. വേറെ വസ്ത്രമുണ്ടെങ്കിൽ അത് ധരിച്ചു വരാം. പക്ഷേ വൈറ്റ് ആയിരിക്കണം. പ്യുവർ വൈറ്റിൽ കൂടുതലും ആളുകൾ വരാൻ ശ്രമിക്കണം. മാക്സിമം അങ്ങനെ വേണം ചെയ്യുക. അപ്പോൾ ഓർപ്പിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. എത്രയും ബഹുമാനപ്പെട്ട വൈദികർ നമ്മളോടുകൂടെ സപ്പോർട്ടീവായിട്ട് ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും അതിലുപരിയായി കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവനും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ച് പഠിച്ച് നിങ്ങളെ പ്രാക്ടീസ് ചെയ്തിരുന്നതായ എത്രയും ബഹുമാനപ്പെട്ട TUHന്, ഇതിൻ്റെ അധ്യാപകന്മാർ, ഹെഡ് മാസ്റ്റർ, അങ്ങനെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവരും ഇവരെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. മറ്റൊരു കാര്യം, ഇതൊക്കെ നമ്മൾ ചെയ്താലും പണം അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം നടത്തുന്നതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ദൈവകൃപയാണ് ഒന്നാമത്, അതിനുശേഷം പണം വേണം. ഈ പണം തന്ന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. ഇന്ന് തന്നെ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, ചില സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട് എന്ന് ഞാൻ കണ്ടുള്ളവരോട് പറഞ്ഞപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ മാത്രമല്ല
സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അത് ഡിസർവിംഗ് ആയിട്ടുള്ള 10 പേരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് കൂടി പണം നൽകാൻ മനസ്സോടുകൂടി എൻ്റെ കയ്യിൽ കൊണ്ടുതന്ന പണം തരാമെന്ന് സമ്മതിച്ച ആ വ്യക്തികളെ പ്രത്യേകമായി ഈ സമയത്ത് ഓർക്കുന്നു. അത് എടുത്തു പറയാതിരിക്കാൻ ഒക്കുകയില്ല. കാരണം അവരുടെ ആ നല്ല മനസ്സിന് പ്രത്യേകമാണ് നന്ദി. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് ഫണ്ട് ചെയ്തിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ പരിശുദ്ധ ദൈവമാതാവാകുന്ന കന്യമറിയാമിനെയും സകല ശേഷിക്കുന്ന 4 ശുദ്ധന്മാരും പരിശുദ്ധന്മാരും നമ്മുടെ മധ്യസ്ഥന്മാരായിട്ടും അവരുടെ അനുഗ്രഹങ്ങളും വാഴ്വും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാം നടത്താം. പ്രോഗ്രാമിന് ഏറ്റവും മുമ്പിൽ റാലിയുടെ മുമ്പിൽ മരക്കുരിശ് ഇവിടെ പിടിക്കുവാനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനൊരാളെ ക്രമീകരിക്കുക, ആളും മരക്കുരിശ് പിടിച്ചുകൊണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലും മെഴുകുതിരി പിടിക്കുവാൻ 2 പേരും അവരെ ക്രമീകരിച്ച് അവരാണ് മുമ്പോട്ട് പോകുന്നത്. അവരെ ഏൽപ്പിക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട കരിങ്ങാട്ടരച്ഛന് അടിപോകും. ഇതിൻ്റെ അടിയിലാണ് കരിങ്ങാട്ടരച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ നമ്മുടെ ദൈവശിഖമാകുന്ന പോലെ ഈ ദൈവത്തിൻ്റെ പ്രതീകമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രതീകമാകുന്ന മരക്കുരിശ് തിരിച്ചു പിടിക്കണം. അതിൻ്റെ തൊട്ട് പുറകിൽ ബൈബിൾ പിടിക്കാനായിട്ട് ഒരു ബൈബിൾ എന്ത് ചെയ്യും? ബൈബിൾ പിടിക്കാനായിട്ട് ഒരാൾ. ബാനർ പഠിക്കുന്ന ആളുകൾ ഏറ്റവും ഈ കുരിശിന്റെ മുമ്പിലായിട്ട് ഒരു മീറ്റർ അകലത്തിൽ നിൽക്കണമെന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് കൊടി തരും. അതനുസരിച്ച് ക്രമീകരിച്ച് കുട്ടികളെല്ലാം VBS. ജയ് ജയ് VBS.